ഹായ് ഓൾ, വെൽക്കം ടു അഡ 24/7 മലയാളം. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എംപോക്സിനെ പറ്റിയാണ്. എംപോക്സ് നേരത്തെ മങ്കി പോക്സ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നതിന് ശേഷം മങ്കി പോക്സ് എന്നുള്ളത് എംപോക്സ് എന്ന പേരിലേക്ക് മാറ്റുമായിരുന്നു. അപ്പോൾ ഈയിടെ ലോകാരോഗ്യ സംഘടന മങ്കി പോക്സിനെ തുടർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് മങ്കി പോക്സ്, അതുപോലെ എങ്ങനെയാണ് ഇത് മനുഷ്യരിലേക്ക് എത്തുന്നത്, പിന്നെ ഇതിന്റെ സ്വഭാവം എന്താണ്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ എന്താണ് മങ്കി പോക്സ് എന്നുള്ളത് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഇത് മങ്കി പോക്സ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന്റെ പേര് എന്തായിട്ട് മാറ്റുമായിരുന്നു? എംപോക്സ് എന്നായിട്ട് മാറ്റുമായിരുന്നു. വംശീയതയും തെറ്റിദ്ധാരണയ്ക്കുമുള്ള സാധ്യത ഉണ്ടെന്ന വാദങ്ങൾ വരുന്നതോടെ ലോകാരോഗ്യ സംഘടന പേര് മാറ്റി. മങ്കി പോക്സ് എന്നുള്ള പേര് മാറ്റിയിട്ട് എന്താക്കി മാറ്റുന്നു? എംപോക്സ് എന്നാക്കി മാറ്റുന്നു. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി, നോട്ട് ചെയ്ത് വയ്ക്കേണ്ട ഒരു പോയിന്റ് ആണ്, വൈറസ് വഴിയാണ് രോഗം പകരുന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് എന്തെന്ന് പറയുന്നത്? എംപോക്സ് എന്ന് പറയുന്നത്. ഇനി ഇത് എവിടെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഈ രോഗം കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇനി ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഏത് വർഷമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 1970-ലാണ്. 1970 എവിടെയാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? കോങ്കോയിലാണ്. ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കോങ്കോയിലാണ്. ഒരു 9 വയസ്സുള്ള ആൺകുട്ടിയിലാണ് മനുഷ്യരിൽ ആദ്യമായി എംപോക്സ് അല്ലെങ്കിൽ മങ്കി പോക്സ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഇതിനെ തുടർന്ന് ഈ ഒരു രോഗത്തെ തുടർന്ന് WHO അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണോ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? അല്ല, 2 വർഷത്തിനിടെ ഇത് 2ാമത്തെ തവണയാണ് ഈ രോഗത്തെ തുടർന്ന് WHO ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ 2 വർഷത്തിനിടെ 2ാം തവണയാണ് എംപോക്സ് വ്യാപനത്തെ തുടർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇനി ഇത് എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ഭീഷണിയാവുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ കോങ്കോയിലും സമീപ രാജ്യങ്ങളിലുമാണ് എംപോക്സ് വ്യാപനം ഭീഷണിയാവുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തുടങ്ങിയ എംപോക്സ് ഇപ്പോൾ ലോകത്തിന് തന്നെ ഭീഷണിയാക്കി മാറുന്ന സാഹചര്യം ഉള്ളതിനാലാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമാക്കിയത് ആരാണ്, ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു പേര് നമ്മളൊന്ന് ഓർത്തിരിക്കണം. WHO മേധാവിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരെന്താണ്? ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. WHO മേധാവി ആരാന്ന് ചോദിക്കാൻ സാധാരണ ചോദിക്കാറുള്ളതാണ്, ഇനിയും ചോദിക്കാം. ആരാണ്? ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കും. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു ഡിക്ലറേഷൻ നടത്തിയത്. ഇനി ഈ രോഗം എങ്ങനെയൊക്കെയാണ് പകരുന്നത്? ഈ രോഗം പകരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? എങ്ങനെയാണ് പകരുന്നത്? രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം, ശരീരസ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടരാം. രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം, അതുപോലെ തന്നെ ശരീരസ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തോടെ എങ്ങനെ വരാം? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടരാം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഏതൊക്കെ ജീവികളിലാണ് ഈ ഒരു രോഗത്തിന്റെ വൈറസുകളെ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അണ്ണാൻ, എലികൾ, വിവിധ ഇനം കുരങ്ങുകൾ എന്നിവയുൾപ്പെടെ നിരവധി മൃഗങ്ങളിൽ വാനരവസൂരി വൈറസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചിരിക്കുക. ഇനി മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് എങ്ങനെയാണ് രോഗം പകരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ ഒരു രോഗം പകരാം. അതുപോലെ തന്നെ ക്ഷതങ്ങൾ, ശരീരസ്രവങ്ങൾ, ശ്വസന തുള്ളികൾ, കിടക്ക പോലുള്ള വസ്തുക്കൾ എന്നിവയുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് വാനരവസൂരി ഒരാളിൽ നിന്ന്, ആ ഒരു വൈറസ് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് പകരുന്നത്. അതുകൂടെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ
രോഗലക്ഷണങ്ങൾ. നമ്മൾ ഇമേജസിൽ ഇതെങ്ങനെയാണ് ഇരിക്കുക, അസുഖം ബാധിച്ച ഒരാൾ എങ്ങനെയാണ് ഇരിക്കുന്നത് സ്കിന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങളായിട്ട് പറയുന്നത്? പനി ഉണ്ടാവും, തീവ്രമായ തലവേദന, അതുപോലെ തന്നെ കടലവീക്കം, നടുവേദന, പേശിവേദന എന്നിവയാണ് ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. പനി വന്ന് 13 ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത്. ഇതിനു പുറമെ കൈപ്പത്തി, ജനനേന്ദ്രിയം, കൺജക്റ്റീവ, കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു രോഗത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ടതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ അടുത്ത് മറ്റൊരു കാര്യം കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഇതുപോലെയുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോബ് അലേർട്സ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ADA 247 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുക, കേരള സെലക്ട് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെയ്ഡ് ബാച്ചിൽ വളരെ സീരിയസ് ആയിട്ട് ലൈവ് ക്ലാസ്സുകളിലൂടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ADA 247 എന്ന് പറയുന്നത്. കാരണം എല്ലാ ക്ലാസ്സുകളും ഇവിടെ ലൈവായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് കാണാം. അതിനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള കോഴ്സുകളാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് പഠിക്കാം. SI സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ഉണ്ട്, അതുപോലെ തന്നെ വേരിയസ് LGS ഉണ്ട്, ICDS ക്രാഷ് ബാച്ച് ഉണ്ട്, 10th പ്രിലിംസ് ഉണ്ട്, കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡൻ്റ് ഉണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, റെയിൽവേ, ഹൈക്കോർട്ട്, അങ്ങനെ ഒരുപാട് ബാച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള ബാച്ചുകളാണ്. ഇനിയിപ്പോൾ SSC, ബാങ്ക്, ഇതിനൊക്കെ ഒരു ഫൗണ്ടേഷൻ ഇട്ട് പഠിക്കണോ, ഏറ്റവും ബേസിക് മുതൽ പഠിക്കണോ, അതിൻ്റെ ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ എല്ലാ കോഴ്സും, അതായത് കേരള PSC, SSC, റെയിൽവേ, ബാങ്ക്, ഒരുപാട് എക്സാംസിന് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണോ, നിങ്ങൾക്കുള്ള ബാച്ചാണ് ഈ കേരള മെഗാ പാക്ക് എന്ന് പറയുന്നത്. ഇത് പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ബാച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കേരള PSC റിലേറ്റഡ് ആണെങ്കിൽ കേരള PSC സെലക്ട് ചെയ്യുക. ബാങ്ക് എക്സാം ആണെങ്കിൽ അത്, കേരള ആണെങ്കിൽ അത്, കേരള റെയിൽവേ ആണെങ്കിൽ അത്, അതുപോലെ തന്നെ SSC കേരള. ഇപ്പോൾ നമ്മുടെ RRB റെയിൽവേ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ കേരള റെയിൽവേ എന്നുള്ള ഒരു ഫോൾഡറാണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. കേരള റെയിൽവേ എന്നുള്ള ഫോൾഡറാണ് സെലക്ട് ചെയ്യേണ്ടത് റെയിൽവേ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ. ഇനി കേരള മഹാപാക്ക് ഉണ്ട്, കേരള PSC, SSC, റെയിൽവേ, ബാങ്ക്, അങ്ങനെ ഒരുപാട് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് കേരള മഹാപാക്ക് ഉണ്ട്. ഒറ്റ പാക്കിലൂടെ നിങ്ങൾക്ക് ഇത്രയും കോഴ്സുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോറിൽ പോവുക. ഏത് കോഴ്സാണ്, ഇപ്പോൾ MTS ആണ്, ഈ SSC, MTS, HSL, CGL ബാച്ചാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ഒരു SSCയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കൂപ്പൺ കോഡ് ഓൾറെഡി അപ്ലൈ എന്ന് പറഞ്ഞ് കാണാം. അത് റിമൂവ് ചെയ്തിട്ട് പകരം എന്ത് ചെയ്യുക, 5670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഇനിയിപ്പോൾ കറണ്ട് അഫയേഴ്സ് മാത്രം പഠിക്കണം. ഇപ്പോൾ റെയിൽവേ, SSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഏകദേശം അറിയാം. കറണ്ട് അഫയേഴ്സ് ആണ് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കാനുള്ളത്. അപ്പോൾ എനിക്കാണെങ്കിൽ ജോലിയൊക്കെ ഉണ്ട്, കുറച്ച് സമയം പഠിക്കാനുള്ളൂ, അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ആണെങ്കിൽ 1 വർഷത്തെ കോഴ്സ് ഉണ്ട്. 1 വർഷത്തെ കറണ്ട് അഫെയർ ബാച്ച് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിലെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്? അത് ജോയിൻ ചെയ്യാനും സിമ്പിളാണ്. സ്റ്റോർ എടുക്കുക. അതിൽ വേണമെങ്കിൽ RRB NTPC എന്ന ഫോൾഡർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ SSC കേരള ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ വരും. ഇതുപോലെ ഒരു ഫോൾഡർ ഓപ്പൺ ആയിട്ട് വരും. അത് ക്ലിക്ക് ചെയ്യുക. അതിലും ഇതുപോലെ ബൈ നൗ കൊടുക്കുക. അപ്പോൾ കൂപ്പൺ കോഡ് അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ആ കൂപ്പൺ കോഡ് റിമൂവ് ചെയ്തിട്ട് പകരം എന്ത് ചെയ്യുക, 5670 എന്ന കൂപ്പൺ കോഡ് മറക്കല്ലേ കേട്ടോ. ഓൾറെഡി അപ്ലൈഡ് കൂപ്പൺ കോഡിനേക്കാൾ ഈ കൂപ്പൺ കോഡിന് ഡിസ്കൗണ്ട് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത് മറക്കല്ലേ എന്ന് പറയുന്നത്. ഇപ്പോൾ 5670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് മാക്സിമം ഡിസ്കൗണ്ടിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എമൗണ്ട് പിന്നെയും കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ മാക്സിമം ഡിസ്കൗണ്ടിന് വേണ്ടി ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സിൻഷിമിസ് ഫ്രീ PDF എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ ഡയറക്റ്റ് അയച്ചു തരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ത്രൂ തന്നെ ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ആപ്പിൽ ഫ്രീ ആയിട്ട് കുറച്ച് കണ്ടന്റ് അവൈലബിൾ ആണ്. ഫ്രീ ലൈവ് ക്ലാസ്സുകൾ ഇടയ്ക്ക് വരും.
1 അവർ നമ്മുടെ പെയ്ഡ് ബാച്ചസിൽ പോകുന്ന ലൈവ് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് കിട്ടും. അതുപോലെ തന്നെ ഡൗട്ട് ചോദിക്കാം, പിന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഡെയിലി ക്വിസുകളുണ്ട്. അതൊക്കെ കുറേ കാര്യങ്ങൾ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ കമ്മ്യൂണിറ്റി നേരത്തെ പറഞ്ഞില്ല, ഇവിടെയാണ് കമ്മ്യൂണിറ്റിയിൽ ഓരോ ടീച്ചേഴ്സിൻ്റെ ഫോൾഡർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ടീച്ചേഴ്സിനെയൊക്കെ ഫോളോ ചെയ്യാം, ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ കമ്മ്യൂണിറ്റി ഉള്ളത്. പിന്നെ നമ്മുടെ യൂട്യൂബിൽ ചെയ്യുന്ന ക്ലാസ്സിൻ്റെയൊക്കെ ഫ്രീ നോട്ട്സ് അതൊക്കെ ഈ കമ്മ്യൂണിറ്റിയിലാണ് അവൈലബിൾ ആയിരിക്കുക. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും കെയർഫുൾ ആയിരിക്കുക. മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്